ദാ മനച്ചായ. കുഞ്ഞെവിടെ അമ്മേ? കുഞ്ഞ്? ആ, എന്റെ മോൾ എവിടെയെന്ന്? നിന്റെ കുഞ്ഞ് എന്റെ അടുത്ത് എങ്ങനെ ഉണ്ടാവാനാ? അത് നിന്നോടൊപ്പം അല്ലേ കിടന്നുറങ്ങിയത്? അമ്മയുടെ അടുത്താണ് കുഞ്ഞെന്ന് ഇവള് പറഞ്ഞു. എന്റെ അടുത്തോ? ദേ, ഇവള് കല്ല് വെച്ച നുണയാ പറയുന്നത്. കുഞ്ഞ് എവിടെടി? ഇവള് നമ്മളോടുള്ള വൈരാഗ്യം തീർക്കാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞു കാണും. ദ്രോഹി, എന്റെ മോന്റെ കുഞ്ഞിനെ നീ എവിടെ കൊണ്ടുപോയി കളഞ്ഞടി? നിങ്ങൾ ഇങ്ങനെ കിടന്ന് തൊണ്ട പൊട്ടിക്കാതെ. കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. കുഞ്ഞിവിടെ തന്നെ ഉണ്ട്. എന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പറയടി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. കുഞ്ഞിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത്? നിന്റെ കഥ ഇന്ന് ഞാൻ തീർക്കും. നിക്കടാ, ഞാനും വരുന്നു. നിനക്ക് വെച്ചിട്ടുണ്ട്. എടാ മോനെ, തള്ളിക്കും മകനും ഒരു പൂരത്തിനുള്ള അവസരം കിട്ടിയല്ലോ എന്റെ ദൈവമേ. അത് ശരി, കുഞ്ഞിനെ കൊണ്ടുചെന്ന് അവളുടെ വളർത്തമ്മയ്ക്ക് താലോലിക്കാൻ കൊടുത്തിരിക്കുക അല്ലേടി? ഇതിവിടെ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകനെ പണ്ട് താലോലിക്കാൻ കൊണ്ടുപോയി കുറെ നാൾ അവനെ എന്നിൽ നിന്ന് അകറ്റി. ഇപ്പൊ അവനെ കയ്യിൽ കിട്ടില്ല എന്ന് കണ്ടപ്പോ അവന്റെ കുഞ്ഞിനെ പതുക്കെ എടുത്തിരിക്കുക. ഇത് ഞാൻ ഇവിടെ അനുവദിക്കില്ല. ഇവിടെ കണ്ട കുഞ്ഞുങ്ങളെയൊക്കെ ദത്തെടുക്കാൻ നടക്കുന്നു. ആര് പറഞ്ഞടി എന്റെ കുഞ്ഞിനെ ഇവർക്ക് കൈമാറാൻ? എന്റെ കുഞ്ഞിനെ കണ്ടവർക്ക് കൈമാറാൻ നിന്നോട് ആര് പറഞ്ഞോന്ന്? നിർത്തടാ. നിന്നെ വളർത്തിയ അതേ അമ്മയുടെ കൈ തന്നെയാ ഇപ്പൊ നിന്നെ കുഞ്ഞു ഇരിക്കുന്നത്. ഇപ്പോ വളർത്തിയ അമ്മ നിനക്ക് കണ്ടബിളായി മാറിയിരിക്കുന്നു അല്ലടാ? ഇതൊക്കെ ദൈവം കണ്ടോണ്ട് നിക്ക. ഇതിനൊന്നും അവിടുന്ന് നിനക്ക് മാപ്പ് തരില്ല കേട്ടോ. കാർത്തി, മോൻ തെറ്റിദ്ധരിച്ചിരിക്കുക. നീ അറിഞ്ഞതൊന്നും അല്ല സത്യം. ഇന്നലെ രാത്രി ഇങ്ങനെ കടുത്ത പനിയായിരുന്നു. എല്ലാവരും നല്ല ഉറക്കം. ഈ അതിർത്തിക്ക് ഇപ്പുറത്തുള്ളത് ശാന്ത സ്വഭാവക്കാരിയായ എന്റെ അമ്മായിയമ്മയാ. ആ സമയത്ത് ഞാൻ ഇവരെ ചെന്ന് വിളിച്ച ഇവര് നല്ല ചീത്ത പറയും. അതുകൊണ്ട് ഇതാണ് സംഭവിച്ചത്. ഞാൻ ചെയ്തത് തെറ്റാണോ? എൻ്റെ അമ്മ ചെയ്തത് തെറ്റാണോ? മോള് ചെയ്തതും മോളുടെ അമ്മ ചെയ്തതും സ്നേഹം, ഉപകാരം,
നന്മ. പക്ഷേ നെറ്റിയിൽ ചന്ദനക്കുറി ചാർത്തുകയും മനസ്സിലൊരു ചെകുത്താനെയും പൂജിക്കുന്ന ദേ എന്റെ ഈ ചേച്ചിക്കും അവരുടെ പുന്നാര മകനും ഇതൊന്നും മനസ്സിലാവില്ല. ഇറങ്ങി പോടാ. നിന്നോട് ആര് പറഞ്ഞു ഇതിൽ ഇടപെടാൻ? എന്റെ ജഗദീഷ് ഏട്ടനോട് ഇറങ്ങി പോകാൻ പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? നിങ്ങളാ പോവേണ്ടത് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. ഇതേ ഞങ്ങളുടെയും കൂടെ വീടാ. ഓഹോ, അത്രക്കായോ? എന്നോട് ഇറങ്ങി പോവാൻ നീ പറയുമല്ലേടി? ആ അവള് പറഞ്ഞ നേരല്ലേ? രാജലക്ഷ്മി അമ്മയും ജനാർദ്ദന കൈമളും കഴിഞ്ഞാല് ഈ തറവാടിന്റെ അവകാശികൾ ഞാനും എന്റെ വല്യേട്ടൻ ജയരാമനും ഞങ്ങളുടെ മക്കളുമാ. മീനാക്ഷിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം പോലും ഈ നിൽക്കുന്ന കാർത്തിക്കിനില്ല. നിങ്ങൾ പോയി ദേ രാമേട്ടന്റെ വീട്ടിൽ നിൽക്ക്. എന്നിട്ട് വല്ലപ്പോഴും ഒരു കാലിച്ചാക്കായിട്ട് വന്നാലേ വല്ല കപ്പയോ ചക്കയോ മാങ്ങയോ ചേമ്പൊക്കെ പറിച്ചോണ്ട് പോവാം. അതും ഞങ്ങളുടെ ഔദാര്യത്തിന്. കൊച്ചിനിങ്ങി തന്നേ. സൂക്ഷിച്ച്. നീ എന്നെ ഭരിക്കാൻ വരുമല്ലേടി? നിന്റെ ആങ്ങളെന്ന് പറയുന്ന ആ വൃത്തികെട്ടവനാ എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചത്. അവന് ഒറ്റയ്ക്കല്ലല്ലോ, അവളും കൂടി ചേർന്നല്ല അത് ചെയ്തത്. അവള് കണ്ണും കൈയും കലാവശം കാണിച്ച് എന്റെ ആങ്ങളെ ചെക്കനെ തട്ടിക്കൊണ്ടു പോയിന്ന് ഞാൻ പറഞ്ഞ. ഇവിടെ ഇതൊന്നുമല്ല എന്റെ വിഷയം. ഈ അതിർത്തി ലംഘിച്ച് ഇവരെന്തിനിപ്പുറത്ത് കടന്നു? എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ ആര് കൊടുത്തു? നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനാണ് മീനാക്ഷി അത് ചെയ്തതെന്ന് അവള് പറഞ്ഞില്ലേടാ? പൊടിക്കുഞ്ഞ അതിന് പനി പകർന്നാല് എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ രക്ഷിക്കല്ലേ നന്ദിനി ചെയ്തത്? എന്നെ എല്ലാരും കൂടി രക്ഷിച്ച് എനിക്ക് മതിയായി. ഇനി എന്റെ കുഞ്ഞിനെ കൂടി രക്ഷിക്കാൻ ആരും വരണ്ട. നന്ദിനിയടുത്തോട് നീ ഇങ്ങനൊന്ന് പറയരുത് മോനെ, മാതൃശാപം കിട്ടും. എന്ത് മാതൃശാപം? ഇവന്റെ അമ്മ ഞാനാ. ഞാൻ എന്തായാലും അവനെ ശപിക്കില്ല. സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പ്രസവിച്ച കുഞ്ഞിന്റെ പരിസരത്തുനിന്ന് മാറി നടന്നവളാ നീ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. ഇവളാ ഇതിനൊക്കെ കാരണക്കാരി. കൈവീശി ഇവളുടെ കർണത്തൊന്നും കൊടുത്തില്ലെങ്കിലേ നീ പിന്നെയും പിടിപ്പ് കേട്ടവനാവും. കേട്ടോടാ കാർത്തി? പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, നീ എന്റെ സെർവന്റും അടിമയാണെന്ന്. എന്റെ കുഞ്ഞിനെ നോക്കുക മാത്രമാണ് നിന്റെ ജോലി. അത് മാത്രം നീ ചെയ്താൽ മതി. എന്റെ വാക്ക് ധിക്കരിച്ച് നീ പ്രവർത്തിച്ചാൽ നിന്റെ ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കും. നീ അവക്കിട്ട് ഞൊട്ടും. നിങ്ങളെ ബലമായിട്ടൊരു താലി ഞങ്ങളുടെ കുഞ്ഞിന്റെ പെടലിക്ക് നീ കെട്ടിയെന്നും പറഞ്ഞ നീ ഉടമയെ ഭർത്താവൊന്നും ചമയണ്ട. നീ ഇവളെ സ്നേഹത്തോടെ ഭാര്യയായിട്ട് സ്വീകരിച്ചെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ നീ ഇവളുടെ ശരീരത്ത് തൊട്ട നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. ഈ കല്യാണം വരെ നീയും എനിക്ക് മകനായിരുന്നു. പക്ഷെ ആ ബന്ധമൊക്കെ ഞാനങ്ങ് മറന്നു കളയും. അതുകൊണ്ട് പൊന്നു മകനെ, ഭാര്യ പോയതിന്റെ പേരില് നിന്റെ മാനസിക നില തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ ചെറിയമ്മ അവനൊരു സൈക്കാട്രിസ്റ്റിന് എടുത്ത് കൊണ്ടുപോകാം. നിന്നെ ഞങ്ങൾ സഹായിക്കാം, ചികിത്സിക്കാം. അല്ലാതെ വിരട്ടും കൊണ്ട് വന്നാലേ പോലീസ് ഉദ്യോഗമൊന്നും വേണ്ടടാ. ഞങ്ങൾക്ക് പണി പഠിപ്പിച്ചു തരും. എന്റെ ലൈഫ് തകർത്തത് ഇവളാ. മരണം വരെ ഇവളെ ഞാൻ കരയിപ്പിക്കും. ഇതെന്റെ വെല്ലുവിളിയാ. എല്ലാവരും കരുതിയിരുന്നു.
കുഞ്ഞിനെ ഇങ്ങ് താമേ. എന്റെ കുഞ്ഞിന്റെ വിധി ഇതായി പോയില്ലേ എന്റെ ദൈവമേ. അയ്യോ, അവളുടെ ഒരു പൂങ്കണ്ണീര്. ഈ വീട്ടിൽ ഈ കൊടുങ്കാറ്റൊക്കെ സൃഷ്ടിക്കുന്നത് മറ്റാരുമല്ല രാജലക്ഷ്മി, നമ്മുടെ മകളാ, നമ്മുടെ മകൾ. മകൾ വിഷമാണെന്ന് പറയേണ്ടി വന്ന ഒരു അച്ഛന്റെ ഗതികേടേ. നന്ദിനെ അടുത്ത് കരയാതെ. മീനാക്ഷി അവൻ ഉപദ്രവിക്കൊന്നുമില്ല, പേടിക്കണ്ട. അച്ഛാ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്നെ. നിന്റെ മാനസിക വിഷമങ്ങളെല്ലാം മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും നിസ്സഹായനാണ് നിന്റെ അച്ഛൻ. ജാമ്യത്തിൽ ഇറങ്ങേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം എനിക്ക് തോന്നുക അച്ഛാ. എല്ലാവരെയും കാണുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് സങ്കടങ്ങൾ കൂടുന്നത്. മറ്റാരുമല്ലല്ലോ നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത്, നിന്റെ അമ്മയല്ലേ. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ലോകത്തുള്ള ഒരമ്മമാരും മക്കളോട് കാണിക്കുന്ന അകൽച്ചയല്ല, പിണക്കവുമല്ല. അത് അമിത സ്നേഹത്തിൽ നിന്ന് ഉണ്ടായതാണ്. എൻ്റെ ഭാര്യ രാജലക്ഷ്മിയെ ഞാൻ ന്യായീകരിക്കല്ല. നിന്റെ അമ്മ നീ കാണാതെ നിന്നെ നോക്കുന്നുണ്ട്, നീ അറിയാതെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏത് നേരവും ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എന്തിനാച്ചാ എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? അത് ചില പ്രത്യേക മനുഷ്യരുടെ മനഃശാസ്ത്രമാണ്. പണ്ട് പടിക്ക് പുറത്താക്കിയതുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാഴ്ശ്രമം. സത്യം പറഞ്ഞാൽ ഏത് അമ്മയും മകനും തമ്മിൽ എന്നും ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. അതാണ് ആഴത്തിലുള്ള സ്നേഹമെന്ന് തോന്നുന്നു. നിന്റെ അമ്മ എപ്പോഴും നിന്നോട് വഴക്കിട്ടുകൊണ്ട് നിന്നെ സ്നേഹിക്കുക. വെറുതെ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അച്ഛൻ പറയുന്ന വാക്കുകളല്ലിത്. 40 കൊല്ലം നിന്റെ അമ്മയോടൊപ്പം ജീവിച്ച ആളാണ് ഞാൻ. ആ അനുഭവം വെച്ചാ ഞാനത് പറയുന്നത്. എല്ലാവരെയും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് അച്ഛാ ഞാൻ കാണുന്നത്. അമ്മയും മറ്റുള്ളവരും ഒക്കെ എനിക്ക് വേണ്ടി വേദനിക്കുന്നത് ഞാൻ സഹിക്കുമല്ല അച്ഛാ. നിന്റെ മനസാക്ഷിക്കറിയാമല്ലോ നിന്നെപ്പറ്റി. നീ മറ്റുള്ളവർക്കൊരു ദ്രോഹവും ചെയ്യാത്തിടത്തോളം കാലം നീ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. നോക്ക്, നീ ഏത് നേരവും ഇങ്ങനെ ഒരേ മനോവിചാരത്തോടിരിക്കാതെ ഇവിടെ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകാൻ നോക്ക്. ജഗദീഷിനോടും രാമഭദ്രനോടും നിന്റെ മകൾ മീനാക്ഷിയോടുമൊക്കെ കിട്ടുന്ന സന്ദർഭങ്ങളിൽ സംസാരിച്ച് മനസ്സ് ഫ്രഷാക്കാൻ നോക്ക്. അവരും അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്.
നീ സങ്കടപ്പെടുന്നത് നീ കാണാതെ ഞാൻ കാണുന്നുണ്ട്. എനിക്കും നിന്റെ അമ്മയ്ക്കും ഇപ്പോ ഒരേ ഒരു സങ്കടമേ ഉള്ളൂ. അത് നീയാണ്. അച്ഛാ, നീ തിരിച്ചു പോകുമ്പോഴാണ് ആ സങ്കടം സഹിക്കാൻ വയ്യാതായി മാറുന്നത്. വിദേശത്തുള്ള മക്കൾ ലീവും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് സങ്കടമുണ്ടാവും. ഇതാ സങ്കടമല്ലല്ലോ. നീ പോകുന്നത് ഭാര്യയോടും മക്കളോടും ഒത്തല്ലല്ലോ, ജയിലിലേക്കല്ലേ? അതെ. പിന്നെ നീ പറഞ്ഞല്ലോ എല്ലാം നഷ്ടപ്പെടുകയാണെന്ന്. മോനെ, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. എനിക്കറിയാം എന്താണ് നിനക്ക് നഷ്ടപ്പെട്ടു നീ ഉദ്ദേശിക്കുന്നതെന്ന്. അതൊക്കെ തിരിച്ചു കിട്ടും. ഒന്നും നഷ്ടപ്പെട്ടു നീ കരുതണ്ട. ഈശ്വരൻ വിചാരിച്ചാൽ അതൊക്കെ തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. നിന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്ന് അമ്മ മനടത്തോട് മല്ലടിച്ച ദിവസം എനിക്ക് മനസ്സിലായി. നീ പ്രാർത്ഥിക്ക്. നിൽക്ക്. എന്റെ കുഞ്ഞിനെ എടുത്ത് വല്ലവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ വിവരം അറിയും. നിങ്ങൾ ആരെ എത്ര ഭീഷണിപ്പെടുത്തുന്നേ? കുഞ്ഞിനെ ആരും ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ അമ്മയെ പോലെ വന്യമൃഗങ്ങളൊന്നും അല്ല ഇവിടെ താമസിക്കുന്ന മറ്റുള്ളവര്. പറയുന്നതൊന്ന് കേക്ക്. ACPക്ക് ഇന്നലെ തീ പോലത്തെ പനിയായിരുന്നു. അത്തരം പനി പെട്ടെന്ന് കുഞ്ഞുങ്ങളിലേക്ക് പകരും. അത് പകരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ കുഞ്ഞിനെ ഇവിടുന്ന് മാറ്റിയത്. ദേ, ഈ കുഞ്ഞിനോട് നിങ്ങളുടെ അമ്മ കാണിക്കുന്ന പോലത്തെ സ്നേഹപ്രകടനമൊന്നും അല്ല ഞാൻ കാണിക്കുന്നത്. സ്വന്തം അമ്മ ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാ ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. ഇതൊന്നും പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം എന്നെ എന്റെ അമ്മയും മുത്തശ്ശിയും പോലെയൊന്നും അല്ല. നിങ്ങളൊക്കെ ഒരുതരം പ്രത്യേക മനുഷ്യരാ. മറ്റെന്തെങ്കിലും നിങ്ങൾ എന്നെ പറഞ്ഞു കുറ്റപ്പെടുത്തിക്കും, ഞാൻ സഹിക്കും. പക്ഷേ ഈ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത്.
തിനിയും